പ്രിയ എന്തു പറ്റി? അറിയില്ല. പ്രിയ എന്താ എന്ത് തല ചുറ്റുന്നു. ஹலோ, இங்க அடுத்து ஹாஸ்பிடல் இருக்கா? தெரியாதப்பா. பிரியா, ഹോസ്പിറ്റലിന് ടൗണിലേക്ക് തിരിച്ചു പോകണം. എന്താ പറ്റിയത്? അത് ഒരു ടാക്സി കിട്ടോ? വിളിച്ചു പറഞ്ഞാ വരും. എന്താ പറ്റിയ കുട്ടിക്ക്? അത് പിന്നെ നാട്ടിലേക്ക് പോണ വഴിയാ. ബസ്സിൽ വെച്ച് തല കറങ്ങി. എന്റെ കസിനാ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് സെലിബ്രേറ്റ് ചെയ്തപ്പോ അബദ്ധത്തിൽ കുറച്ച് ലിക്കർ കഴിച്ചു പോയി. ജ്യൂസാണെന്ന് കരുതി കുടിച്ചതാ. അത്രേ ഉള്ളൂ. അതിന് ഹോസ്പിറ്റലൊന്നും പോണമെന്നില്ല. ഒരു മുറി തുറന്നുതരാം. ഷവറിന്റെ ചോട്ടിൽ കുറച്ചേരം നിർത്തിയാൽ മതി, ശരിയാവും. പ്രിയ, പ്രിയ, ഉണർന്നോ? പേടിച്ചു പോയി ഞാൻ. കുറച്ച് ജിന്നകത്തിയെന്നാ ഇങ്ങനെ ബോധം കെടും ഒരാള്. ഷവറിന്റെ ചോട്ടിൽ നിർത്തി തല നനച്ചിട്ടും ഒന്നും അറിഞ്ഞില്ല. സാരമില്ല, വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ, പോവാൻ നമുക്ക്. അത് കൊള്ളാം. കിടന്ന് വിറയ്ക്കുന്ന കണ്ടപ്പോ നനഞ്ഞ ഉടുപ്പൊക്കെ മാറ്റി. ഇതെവിടെയാണ്? എന്തിനെവിടെ വന്നത്? എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? എന്താ ചെയ്തത്? പ്രിയ, ഞാൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പിന്നീട് പ്രിയയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അവൾക്കതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. എന്ന് വെച്ചാൽ അന്നേ അവരൊരു മനോരോഗിയായി. അതെ, എന്നോട് തീരാത്ത പകയെ ഞാൻ മദ്രാസിലേക്ക് പഠിക്കാൻ പോയത് തന്നെ അവളെ കണ്ടുമുട്ടാവുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിരുന്നു. അമ്മയ്ക്കും വല്യമ്മയ്ക്കും മറ്റെല്ലാവർക്കും സത്യം അറിയാവുന്നത് കൊണ്ടാണ് മിസ്റ്റർ സാഗറുമായിട്ടുള്ള കല്യാണം അവർ തീരുമാനിച്ചത്. ഒരു കല്യാണത്തോടെ അവളുടെ മനസ്സ് നേരെയായിക്കോളും എന്നവർ കരുതി. പക്ഷേ അവൾ മദ്രാസിൽ എന്നെ തേടി വന്നു. എന്നെ വകവരുത്തുകയായിരുന്നു ഉദ്ദേശം. അവിടെ 6 മാസത്തോളം ഒരു മെന്റൽ അസൈലത്തിലായിരുന്നു. പിന്നീട് തറവാട്ടിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കിയില്ല. ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്നെ കാണുമ്പോൾ
ഒന്നും ഉണ്ടാവില്ല മിസ്റ്റർ ജിത്തു. എല്ലാവരുടെയും സാന്നിധ്യത്തിലല്ലേ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ സ്വാന്തനപ്പെടുത്തലുകൾ ചിലപ്പോൾ മറ്റേത് മരുന്നിനേക്കാളും ഫലം ചെയ്തെന്ന് വരും. നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഇത്രയും പേരുടെ ഡ്യൂട്ടിക്കുള്ളപ്പോ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആ പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. എന്താ ഡോക്ടർ? ഇവര് കുളിക്കാൻ കയറുന്നത് വരെ പ്രിയ റൂമിൽ ഉണ്ടായിരുന്നതാണ്. നൗ ഷീസ് ഓ, നേരം പുലർന്നു. മണി 6 കഴിഞ്ഞു. സാരമില്ല, 7 മണി വരെ സുഖമായിട്ട് കിടന്നോളൂ. എന്താ എന്താ ഇതൊക്കെ? ആ, ഒന്നും അറിയാത്ത പോലെ എന്റെ അടുത്തൊന്ന് കിടക്കുമോളെ. നിനക്കിത് എന്ത് പറ്റി? ആദ്യ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തിട്ട് ലോകത്ത് ഇന്ന് വരെ ഒരു ഭർത്താവിനോടും ഒരു ഭാര്യയും എന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ടില്ല. മോശമല്ലേ? ഒച്ച ഉണ്ടാക്കാതെ ആൾക്കാർ കേൾക്കില്ലേ? കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നല്ലൊരു ചായ ഇട്ടുണ്ടോ ചേട്ടന്? ഒരു ഭാര്യയുടെ കടമകൾ ഞാൻ പഠിപ്പിക്കണം. No, ഇത് ചതിയാണ്, ചതി. ചതിയോ? അത് കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് ഉറങ്ങുന്നതും പരസ്പരം മനസ്സും ശരീരവും പങ്കുവെക്കുന്നതും നാട്ടു നടപ്പല്ലേ? അതെങ്ങനെ ചതിയാകുന്നത്? ഇല്ല ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. സത്യമായ കാര്യങ്ങൾ വിശ്വസിച്ചല്ലേ പറ്റൂ. കഴുത്തി കിടക്കുന്ന ഈ താലി നോക്ക്, ഉടുത്തിരിക്കുന്ന ഈ പുടവ നോക്ക്, നമ്മൾ കുടിച്ചു തീർത്ത ഈ പാൽ ഗ്ലാസ് നോക്ക്, കടിച്ചു തിന്ന ആപ്പിളും പഴങ്ങളും നോക്ക്, ഈ അലങ്കാരങ്ങളും നമ്മൾ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോൾ ഞെരിഞ്ഞമർന്ന മുല്ലപ്പൂക്കളും നിന്റെ നെറ്റിയിലെ മാഞ്ഞുപോയ ഈ കുങ്കുമപ്പൊട്ടും അഴിഞ്ഞുലഞ്ഞ തലമുടിയും ഒക്കെ സത്യമാണെങ്കിൽ ഇക്കഴിഞ്ഞ നമ്മുടെ ആദ്യ രാത്രിയും സത്യമാണ്. വേണ്ട, എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, വേണ്ട, എന്റെ കൂടെ വരൂ, വാ. അമ്മയെക്കാളും നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ വല്യമ്മയോട് ചോദിക്കുക, ഇതൊക്കെ സത്യമല്ലേ എന്ന്. നിന്നെ ആഭരണങ്ങൾ അണിയിച്ച് കതർ മണ്ഡപത്തിൽ കൈപിടിച്ചിരുത്തിയ ഇവരോട് ചോദിക്കേ, ഇതൊക്കെ ചതിയാണോ എന്ന്. വാ. കല്യാണപ്പന്തലും കതർ മണ്ഡപവും സത്യമല്ലേ? 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ താലി കെട്ടിയതും കതിർ മണ്ഡപവും വലം വെച്ചതും മറന്നോ? സ്വന്തം തറവാടിന്റെ മുറ്റത്ത് വെച്ചായിരിക്കണം കല്യാണമെന്ന് പ്രിയ വാശി പിടിച്ചതും അത് ഞാൻ സമ്മതിച്ചു. ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് മറന്നോ? ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കണ്ട. പ്രിയയുടെ ഏറ്റവും വിശ്വസ്തനായ ഈ മനുഷ്യനോട് ചോദിക്കേ. ആശുപത്രിയിൽ നിന്നും അസുഖം മാറി വീട്ടിൽ വന്നപ്പോ പ്രിയ തന്നെയല്ലേ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് സാഗറുമായിട്ടുള്ള കല്യാണം നടത്തണം, കഴിഞ്ഞതൊക്കെ മറന്ന് ഇനി സാഗറിന്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ. ഇല്ല ഇല്ല, ആരും എന്നെ കല്യാണം കഴിച്ചിട്ടില്ല, ആരും എന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തിൽ നീ ഉണർന്നെണീറ്റപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പയ്യൻ നിന്നെ നശിപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതും സത്യമാണ്. അത് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അന്നും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ വിശ്വസിച്ചാൽ മതിയാകും. അന്നൊന്നും സംഭവിച്ചിട്ടില്ല. ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന എല്ലാ പരിശുദ്ധിയും ഇപ്പോഴും പ്രിയയ്ക്കുണ്ട്. അല്ല, അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്ത് നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അറിയാതെയും കാണാതെയും എന്നോ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചവനാണ് ഞാൻ. എല്ലാം അറിഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ വരുന്ന അജ്ഞാതനായ ചെറുപ്പക്കാരനെ വഞ്ചിക്കരുത് എന്ന് കരുതിയ നിന്റെ മനസ്സിന്റെ നന്മ അറിഞ്ഞപ്പോ ആ സ്നേഹം ഒരുപാട് കൂടുകയാണ് ചെയ്തത്.